ഹലോ ഫ്രണ്ട്സ്, ക്രേസി ടെക് പ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ബോട്ട്സ്റ്റോൺ 1000 എന്ന് പറയുന്ന ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. അത്യാവശ്യം നല്ല സ്പീക്കർ, നല്ല സൗണ്ടും ബാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചാർജിങ് ബാക്ക് കുഴപ്പമില്ലായിരുന്നു. എന്നാൽ കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ പരിപ്പ് തീർന്ന്, പിന്നെ ഈ ചാർജിങ് പോർട്ട് കംപ്ലൈൻ്റ് ആയി. എന്ന് പറഞ്ഞാൽ ചാർജ് കയറ്റാൻ പറ്റിയില്ല. പിന്നെ ബാറ്ററി ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ സാധനം പവർ ഓഫ് ആയി പോകും. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ സാധനം ഞാനിത് റിപ്പയർ ചെയ്യാൻ പോവാണ്. റിപ്പയർ ചെയ്ത് ഇതിൻ്റെ ഈ ചാർജിങ് പോർട്ടിൻ്റെ ആ പിന്ന് മാറ്റും, പിന്നെ ഇതിൻ്റെ ബാറ്ററി മാറ്റുകയാണ്. അതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കവർ കണ്ടോ, ഈ സ്വിച്ചുകൾ വരുന്ന ഈ സൈഡ് പോർഷൻ അത് ജസ്റ്റ് തുറക്കുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 4 സ്ക്രൂ കണ്ടോ, ആ 4 സ്ക്രൂ അഴിക്കുക. ഈ കാണുന്നതാണ് അതിൻ്റെ മെയിൻ ബോർഡ്. ഇനി ചെയ്യേണ്ട അതുപോലെ തന്നെ അതിൻ്റെ മറുവശത്തെ ആ പീസും അടിച്ചെടുക്കുക. എന്നിട്ട് ഏതെങ്കിലും സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ച് പതിയെ ആ സൈഡിൽ ജസ്റ്റ് തിക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ബോഡി ഊരി പോരും. ഇനി ചെയ്യേണ്ടത് ഫ്രണ്ടിലെ നെറ്റ് അഴിക്കുക. നെറ്റ് അഴിക്കണം ഇതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ച് പയ്യെ കുത്തി പൊക്കിയെടുത്താൽ മതി. അത് കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഇതിനകത്തായിട്ട് കുറേ സ്ക്രൂവിൻ്റെ ഹോളുണ്ട്. അതിലെല്ലാ സ്ക്രൂ അഴിക്കുക. ആ സ്പീക്കറിൻ്റെ 4 വെച്ച് വേണ്ട, അല്ലാണ്ട് വരുന്ന ആ കുഞ്ഞു ഹോളുകളുണ്ടോ അതിനകത്തൊക്കെ ഓരോ സ്ക്രൂ വെച്ചിട്ടുണ്ട്. അത് ഫുൾ അഴിക്കുക. മൊത്തം 8 എണ്ണം ഉണ്ട്. അത് മൊത്തം അഴിച്ചെടുക്കുക. ആ പീസും പോകുന്നു. ഇപ്പോൾ നമുക്ക് കാണാം 2 സ്പീക്കർ, 7 വാട്ടിൻ്റെ 2 എണ്ണവും, പിന്നെ ഉള്ളത് അതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്, പിന്നെ ഇത് വരുന്ന ബോർഡ്. ഇനി ഈ ബോർഡിൻ്റെ ആ 4 സ്ക്രൂ അഴിക്കുക. ബോർഡ് അഴിച്ചെടുത്താലാണ് നമുക്ക് ബാറ്ററി വരാനും പറ്റുള്ളൂ, പിന്നെ ആ കണക്ഷനൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. പതിയെ ഒന്ന് വിട്ടുപോകാത്ത രീതിയിൽ പതിയെ അങ്ങ് തള്ളിയെടുത്തു കഴിഞ്ഞാൽ അത് ഊരി പോരും. അപ്പോൾ അതിൻ്റെ അകത്തായിട്ട് 3 കണക്ഷൻ 2 എണ്ണം സ്പീക്കറിൻ്റെയും ഒരെണ്ണം ബാറ്ററിയുടെയും. അത് പതിയെ ഊരിയെടുക്കുക. ഈ ഒരു പീസാണ് ഈ സ്പീക്കറിൻ്റെ മെയിൻ ഭാഗം. അപ്പോൾ ഇതിനകത്ത് 4 സ്വിച്ചുകളുണ്ട്, കുറച്ച് ഐറ്റംസ് ഉണ്ട്, പിന്നെ സൈഡിൽ മൈക്ക് കാണാം. പുറകുവശത്തായിട്ട് നോക്കി കഴിഞ്ഞാൽ ആയിരിക്കുന്ന അത് ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂള്, പിന്നെ ഇതേ ചാർജിങ് കണക്ടർ, ഓക്സ് കേബിളിൻ്റെ, പിന്നെ 3 എണ്ണം സ്പീക്കറിൻ്റെയും ബാറ്ററിയുടെയും കണക്ടർ. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സാധനം സോൾഡർ ചെയ്ത് മാറ്റണം, ആ കണക്ടർ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ബാറ്ററി കൂടെ അഴിക്കാം. ബാറ്ററിയോടെ ചെറിയൊരു ക്ലാമ്പ് ഉണ്ട്, ആ ക്ലാമ്പ് അഴിക്കുക. അത് കഴിഞ്ഞാൽ ബാറ്ററി പയ്യെ ഊരി പോരും. അത് ഊരിയെടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്ററി എന്ന് പറയുമ്പോൾ 3.7 വോൾട്ട് വരുന്ന 3000 mAh ഒരു ബാറ്ററിയാണിത്. അപ്പോൾ ഇത് നമുക്ക് കവറിൽ പൊളിക്കാം. ഇതിൻ്റെ കവറൊന്ന് ജസ്റ്റ് പൊളിച്ച് മാറ്റാം. അപ്പോൾ പൊളിക്കും കാണാൻ പറ്റും. പവർ ബാങ്കിൻ്റെ അകത്തേക്ക് ഇരിക്കുന്ന പോലെ 2 ബാറ്ററികൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പാരലായിട്ടാണ് കൊടുത്തേക്കണേ. ഈ ഒരു ബാറ്ററിയുടെ പവർ എന്ന് പറയുമ്പോൾ 1500 mAh വരും. അങ്ങനെ 2 ബാറ്ററി, അങ്ങനെ 3000 mAh ആണ് ഇത് കിടക്കണേ. അപ്പോൾ ഇതിൻ്റെ പകരത്തിന് വേണ്ടി നമ്മൾ 2 ബാറ്ററി സംഘടിപ്പിക്കണം. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും പവർ ബാങ്ക് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം. ഓർമ്മ 100 രൂപ അടുത്തേ വില വരുള്ളൂ. അങ്ങനെ 2 ബാറ്ററി സംഘടിപ്പിക്കുക. ഇനി ചെയ്യേണ്ടത് ഈ സൈഡിലെ ആ പീസ് ഉണ്ട്, ആ ചെറിയ ആ മെറ്റലിൻ്റെ അത് പൊട്ടിച്ചെടുക്കുക. അകത്ത് ആ ബോർഡിന് ഒരു ഡാമേജും വരാത്ത രീതിയിൽ അത് രണ്ടും വിടിയിച്ചെടുക്കുക. ഇനി നമുക്ക് കണക്ടർ മാറ്റാനുള്ള കാര്യം നോക്കാം. ഇതിൻ്റെ ഈ കണക്ടർ വിടിയിക്കണം. അത് ഇച്ചിരി പാട് പരിപാടിയാണ്. നമുക്ക് നോർമൽ സോൾഡറിങ് പറ്റിയല്ല. ഈ മൊബൈലൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ശരി പെട്ടെന്ന് പോരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരന് കൊടുക്കണം. അവർ മൊബൈൽ ടെക്നീഷ്യനാണ്. അവൻ ഈ സാധനം എനിക്ക് സോൾഡർ ചെയ്ത് തന്നു. പകരം സോൾഡർ ചെയ്താൽ പഴയത് മാറ്റിയിട്ട് പുതിയൊരു കണക്ടർ പിടിപ്പിച്ച് തന്നു. ഓക്കെ, അപ്പോൾ ചാർജിങ് കണക്ടർ ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് വർക്കിംഗ് ആണ്. ഞാൻ അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്തായിരുന്നു.
ബാറ്ററി ഞാൻ സംഘടിപ്പിച്ചു. പഴയൊരു പവർ ബാങ്കിൻ്റെ ബാറ്ററി കിട്ടി 2 അത് വെച്ച് ആ ഇരുന്ന പോലെ തന്നെ ഞാൻ ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ഓക്കെ ആയി, കണക്ടർ മാറ്റി. ഇനി നമുക്കിതെല്ലാം കൂടെ തിരിച്ച് അസംബിൾ ചെയ്യണം. അത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ആ ഐറ്റംസ് എല്ലാം എടുത്തു വെക്കുക. ആദ്യം ബാറ്ററിയാണ് ഇതിനകത്ത് കയറ്റേണ്ടത്. ബാറ്ററി ആ ഇരുന്നോടത്ത് തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ ക്ലാമ്പും കൂടെ പിടിപ്പിക്കുക. എന്നിട്ട് ആ ചെറിയ ഹോളിൽ കൂടെ ആ ബാറ്ററിയുടെ വയറും കൂടെ അകത്തോട്ട് കയറ്റി വിടുക, കടത്തി വിടുക. അത് കഴിഞ്ഞ് ചെയ്യേണ്ടതാണ് സ്പീക്കറിൻ്റെ വയറുകളും കൂടെ ആ ഹോളിൽ കൂടെ കടത്തി വിടുക. ഇനി ആ കാണുന്ന 3 കണക്റ്റേഴ്സ് ഇല്ലേ, 2 വൈറ്റും 1 റെഡും, അതിലോട്ട് കറക്റ്റായിട്ട് ഓരോന്ന് കൊടുക്കുക. വൈറ്റിലോട്ട് സ്പീക്കറിൻ്റെ വയറും ആ റെഡിലോട്ട് ബാറ്ററിയുടെ വയറും കൂടെ ജോയിൻ ചെയ്യുക. അവ ചെയ്ത ശേഷം ഇനി ചെയ്യേണ്ടത് ആ ബോർഡ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ ബാറ്ററിയും സ്ക്രൂ ചെയ്ത് അതിൻ്റെ ക്ലാമ്പും പിടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ആ മെയിൻ പണികൾ തീർന്നു. ഇനി തിരിച്ച് സ്പീക്കറിൻ്റെ ആ മെയിൻ കവർ കയറ്റി ഫ്രണ്ട് മേളിൽ വെക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു വാഷറുണ്ട്, ചെറിയൊരു നൂല് പോലെ. അതും കൂടെ ഒന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഫ്രണ്ടിലായിട്ട് മൈക്കിൻ്റെ ഒരു ചെറിയ പീസും ഉണ്ട്, അതോടെ ആ ഹോളിൽ കയറ്റി വെക്കുക. ഇനി നമുക്ക് ഈ മെയിൻ കവർ സ്ക്രൂ ചെയ്യാം. ആ മൈക്കും കൂടെ ആ ഹോളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് കവർ അടയ്ക്കാം. ആ കവർ അടച്ച ശേഷം അതിൻ്റെ 4 സ്ക്രൂവും കൂടെ ഇട്ട് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ വശം കൂടെ അടയ്ക്കാം. ഈ സൈഡ് കവർ പതിയെ അതിൻ്റെ തൊട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കയറി ലോക്ക് ആയിരുന്നോളും. ഇനി
ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നെറ്റ് അടയ്ക്കാനാണ്. ഇതുപോലെ തന്നെ കറക്റ്റ് സൂട്ടായിട്ട് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതും അതിൻ്റെ കയറി ലോക്ക് ആയിക്കോളും. ഇത് നമ്മൾ ലാസ്റ്റ് പടി, ഇതിൻ്റെ സ്വിച്ച് വരുന്ന റബ്ബറിൻ്റെ പോർഷൻ വെച്ച് അടയ്ക്കുക. അതിൻ്റെ ആ സൈഡ് എഡ്ജുകൾ പയ്യെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും അതിൻ്റെ അകത്ത് പക്കയായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതിന് ഏകദേശം പണി തീർന്നു. ഇതിൻ്റെ ബാറ്ററി മാറ്റി, ചാർജിങ് പോർട്ട് മാറ്റി. ഇത് നമുക്കിനി ചാർജ് കയറുമെന്ന് നോക്കാം. ഓക്കെ, റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. ഇതിനകത്ത് ചാർജ് കയറുന്നുണ്ടാണ്. അപ്പോൾ ചാർജിങ് പോർട്ട് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. Power on. You've plugged into Nirvana. I love the feeling. Why do I, baby? Why do I love the way you always leave me? Why, baby? Why do I love the times we had? I love the feeling. അപ്പോൾ സാധനം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സൗണ്ടും ബാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.